അല്ല എന്തോ നീ തപ്പുന്ന? ട്രോഫി കാണിക്കട്ടെ. ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ. 10,000 ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? അതെ, ഇതിന് നിറച്ച ട്രോഫികളുണ്ട്. ഓഹോ. പിന്നെ ഫുഡ് കഴിച്ചോ? എന്റെ അമ്മേന്റെ ട്രോഫി. ആ ആ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് രേണു സുധി ഉണ്ടായി കൊല്ലം സുധിയുടെ ഓർമ്മകളോ അല്ലെങ്കിൽ കൊല്ലം സുധിക്ക് കിട്ടിയ അവാർഡുകളെ സൂക്ഷിക്കുന്നതെന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. രേണു സുധിയുടെ ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ്. അതല്ലാതെ വേറൊരു കാരണം കൊണ്ട് ഇത്ര ആൾക്കാരെ സ്നേഹിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിനകത്തുള്ള അവസരങ്ങളോ കിട്ടുക അങ്ങനത്തുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അതേ കണക്ക് കിച്ചുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നുള്ള കാര്യങ്ങൾ കുറേ നാളായിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിച്ചു കൊണ്ടുപോയി വീട്ടിൽ തന്നെ വരുമ്പോഴത്തേക്ക് ഇത് അന്യനെ പോലെയൊക്കെയാണ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതിന് ശേഷമാണ് ഇത് കണക്ക് സഹോദരനുണ്ടെങ്കിൽ ഇത് കണക്ക് അച്ഛൻ്റെ ട്രോഫി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കട്ടിലുണ്ട്, അതിൻ്റെ അടിയിലാണ് ഈ ട്രോഫി മുഴുവനും കിടക്കുന്നത്. ഇതിന് മുമ്പത്തുള്ള വീഡിയോയിലുണ്ടെങ്കിൽ ഇത് കണക്ക് രേണു സുധി ഉണ്ടെങ്കിൽ കരയുന്നതൊക്കെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഉണ്ടെങ്കിൽ രേണു സുധി ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ കൊല്ലം സുധിയെ ഓർക്കുമ്പോഴത്തേക്ക് ആ ട്രോഫിയൊക്കെ ആ ഫ്രണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ അവിടെ നിന്നും എടുത്ത് മാറ്റിയില്ല. ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ കണക്കുണ്ടെങ്കിൽ ഇപ്പോൾ ആ ട്രോഫിയെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ കട്ടിലിൻ്റെ അടിയിലിട്ട് ഭയങ്കരമായിട്ട് ഉപേക്ഷിച്ച നിലയിലാണ് കാണുന്നത്. സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് രേണു സുധി ഉണ്ടെങ്കിൽ കൊല്ലം സുധിയെ ഓർക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അത് രേണു ഇപ്പോൾ പുതുതായിട്ട് വാങ്ങുന്ന ട്രോഫീസും കാര്യങ്ങളും എല്ലാം വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് അവിടുത്തെ ഭയങ്കരമായിട്ട് പ്ലേസ് ചെയ്ത ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രേണു സുധി മെയിനായിട്ട് ആൾക്കാർ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഫെയിം ഇത്ര ആൾക്കാർ വരുന്നതിന് കാരണം തന്നെ ഉണ്ടെങ്കിൽ കൊല്ലം സുധിയുടെയാണ് പേരിലോ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അതല്ലാതെ ഉണ്ടെങ്കിൽ രേണു സുധിക്ക് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പേരോ പ്രശസ്തി അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളോ ഇല്ല. ഇപ്പോൾ സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഇതേ കൊണ്ടെങ്കിൽ രേണുവിന് ഇങ്ങനത്തുള്ള പേരുകളൊക്കെ കിട്ടുന്നത്. അതല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ഇതേ കണക്ക് വന്നൊരു ആളുണ്ടെങ്കിൽ അയാളുടെ പേര് കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇതേ കണക്കത്തുള്ള പണിയാണോ രേണു സുധി കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളുടെ ഓർമ്മകളുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്നതായിരിക്കും. ഒരിക്കലും ഉണ്ടെങ്കിൽ അയാളുടെ ഓർമ്മകളുള്ള സാധനങ്ങളായിരുന്നാലും ശരി വല്ല കട്ടിലിൻ്റെ അടിയിൽ അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ എവിടെ അങ്ങനത്തുള്ള ആളുകളിലൊന്നും നമ്മൾ കൊണ്ടുപോയി ഇടാറ് പോലും ഇല്ല. കാരണം അദ്ദേഹത്തിന് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അതുപോലും ഇവിടെ കാണിച്ചിട്ടില്ല. എന്നിട്ടുണ്ടെങ്കിൽ ഓരോരോ വീഡിയോയിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ലിസ്റ്റിലൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതേ കണക്ക് ഞാനുണ്ടെങ്കിൽ എൻ്റെ സുധിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഓർമ്മകളെല്ലാം ഞാൻ എപ്പോഴും സൂക്ഷിച്ചാണ് വെക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ആ ഓർമ്മകളെല്ലാം ഇതേ കണക്കാണ് സൂക്ഷിച്ച് വെക്കുന്നതെങ്കിൽ തന്നെ ഏറ്റവും വലിയൊരു മോശമുള്ള കാര്യം തന്നെയാണത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.